അമ്മേ അമ്മേ എന്താ പെണ്ണെ? ഒന്ന് നോക്ക്. എന്താ അമ്മയ്ക്ക് എന്നെ എന്നാക്കാണ് ഇഷ്ടം വലുതാകുമ്പോ? നീ ഒന്നും ആവണ്ട, നിന്നെ ഞാൻ കെട്ടിച്ചു വിടാൻ പോവാ എന്ന്? അടുത്ത ആഴ്ച. അയ്യോ എനിക്കിപ്പോഴൊന്നും കല്യാണം വേണ്ട. ഈയെടാ, നിന്നെ 35 വയസ്സിലേ കെട്ടിച്ചു വിടുള്ളൂ, അതോർത്തിരിക്കണ്ട കേട്ടാ. 35 വയസ്സോ? അപ്പൊ ഞാൻ കളവിയാവും. എടി കേമത്തി, നീ കൊള്ളല്ല ആള്. ഇല്ല. അല്ലേ ക്ലീറ്റോ? കേട്ടോ ക്ലീറ്റോനെ മോള് പറയണത്? അവളുടെ കല്യാണക്കാരൻ തന്നെ പറഞ്ഞു, അവൾക്ക് ഇപ്പൊ വേണ്ട, 35 വയസ്സ് വരെ ഇത് നിൽക്കാനും പറ്റില്ല എന്ന് പറയുന്നുണ്ട്. നാളെ ഒന്നും വേണ്ട, ഒരു 25 26 പുത്ത് ഞാൻ പഠിക്കാൻ വിട്ടാ പഠിച്ചോളണം. അവള് കല്യാണം ചെറുക്കന്മാരെ കണ്ടു വെച്ചിട്ടുണ്ടോ നീ? എനിക്കങ്ങനെ മോളെ ഡാഡിയെ പോലെ അബദ്ധമൊന്നും കാണിച്ചു കളയല്. ഡാഡി പെട്ടിരിക്കണ കണ്ടോ? ഡാഡിയുടെ പെട്ടത് ഞാനല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. കനകന്റെ കുടുംബത്തില്, ജമന്തിയുടെ കുടുംബത്തില്, അമ്മയുടെ കുടുംബത്തില് എന്നെ പോലെ നശിഞ്ഞു കിടക്കുന്നത് ആരുണ്ട്? എല്ലാവരും നല്ല നിലയിൽ നല്ല വീടും കുടുംബമൊക്കെ ആയിട്ട് ജീവിക്കുക. ഇത് തന്നെ എന്റെ പാലായിലുള്ള കുടുംബക്കാരും പറയുന്നേ. ഞാൻ ഒരുത്തനേ ഉള്ളൂ ഇങ്ങനെ പെട്ട് കിടക്കുന്നതെന്ന്. ബാക്കി എല്ലാരും നല്ല നിലയിലാണ് അവിടെ. ആരാ കാരണം? കാരണം ഒന്നും ഇനിയിപ്പോ പറയണ്ട. എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കല്ലേ. എനിക്കും അത് തന്നെ പറയാനുള്ള. അമ്മേ അമ്മേ എന്താ എന്താന്ന്? അമ്മ എന്റെ ക്ലാസ്സിൽ രേഷ്മയില്ലേ, അവൾ അച്ഛൻ ചിട്ടി കമ്പനിയാണ്. ദിവസം ഇഷ്ടം പോലെ പണം കിട്ടുമെന്ന്. അവൾ ആ പണം വെച്ച് എല്ലാ വൈകുന്നേരം സ്കൂളിൽ വിട്ട് വരുമ്പോ ഷോപ്പിങ്ങിന് പോവും. ബർഗർ, പിസ്സ അതൊക്കെ വാങ്ങിച്ചു നോക്കി നല്ല രസമാണെന്ന്. നിന്നോട് ആരെയും നോണയൊക്കെ പറഞ്ഞു? അവള് തന്നെ. അവള് ഭയങ്കര നോണച്ചേട്ടാ. നോണയല്ലെന്ന്. പിന്നെ അവളെ അച്ഛൻ വരുമ്പോഴേ പോർസിൽ നിറച്ച് കാശ്, പോർസൊക്കെ ഇത്ര കാണും. പിന്നെ വലിയ നീ അവളുടെ അച്ഛന്റെ പേഴ്സ് എപ്പോഴാ തുറന്നു നോക്കിയേ? അവള് തന്നെ. അവള് പറയണ നീ എന്തിനാ പഠിക്കാൻ പോണത്? അവളുടെ അച്ഛൻ്റെ കാര്യം അന്വേഷിക്കാനോ ബർഗർ പിസ്സ എന്തെന്ന് വിശേഷം കേൾക്കാനോ? അവൾ എന്റെ അടുത്ത് പറഞ്ഞില്ല, ഞാൻ അങ്ങോട്ട് ചോദിച്ചല്ലോ. ചോദിക്കുമ്പോഴത്തേനും മിണ്ടാതിരുന്നാ മതി. കണ്ട നോണച്ചി പെണ്ണുങ്ങളുടെ വർത്താനം കേട്ടിട്ട് ട്യൂഷൻ ഇല്ലേ? ഇല്ല, എനിക്കിന്ന് ട്യൂഷൻ ഇല്ല. ഹോംവർക്ക് എഴുതിയോ? ഓ എല്ലാം എഴുതി. എഴുതിക്ക് അതൊക്കെ ഒന്നുകൂടെ എടുത്ത് പഠിക്കാം അങ്ങോട്ട്. ഞാൻ നിക്കണേലേ. നീ ഇവിടെ നിക്കണം, നീ പോയി പഠിക്കാം. നോക്കാം അങ്ങോട്ട്. ഇതൊന്നും ഇല്ലാത്തതിന്റെ അസൂയല്ലേ? അങ്ങ് അസൂയുന്നുണ്ട് ഇന്നോ. ഈ പെണ്ണിന്റെ വർത്താനം ഇതുവരെ തിരിയാത്ത എന്താ ക്ലീറ്റോ? മോളിപ്പോ പറഞ്ഞതിൽ കുറച്ച് കാര്യമുണ്ട് കേട്ടോ. എന്ത് കല്യാണത്തിന്റെ കാര്യം? ഒരെണ്ണം തന്നോണ്ടല്ലോ. എന്താന്ന്? അവളുടെ കൂട്ടുകാരിയുടെ അപ്പന് ചിട്ടി കമ്പനി എന്നല്ലേ പറഞ്ഞു? നമ്മൾ ഒരു ചിട്ടി കമ്പനി തുടങ്ങാൻ പോവാ. നിങ്ങൾ തക്കളിനേക്കാളും താഴെയാണല്ലേ? ആ കൊച്ചെന്താണ്ട് വിടുവായിത്തരം പറഞ്ഞെന്ന് പറഞ്ഞാൽ അത് ശരിയാന്ന് പറഞ്ഞിരിക്കുക. എന്റെ തങ്കം, കാശുണ്ടാക്കാൻ ഏറ്റവും എളുപ്പമായ ഒരു മാർഗമാണ് ചിട്ടി കമ്പനി. പിന്നെ വെറുതെ ഇരുന്നാ മതി. പോടുന്നു. വെറുതെ ഇരുന്നാൽ മതി. അതങ്ങോട്ട് ആയിക്കഴിഞ്ഞാണ്ടല്ലോ പിന്നെ നമ്മൾ വെറുതെ ഇരുന്നാൽ മതി. ഇപ്പം നമ്മൾ 1 ലക്ഷം രൂപയുടെ ഒരു ചിട്ടി നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ 1 ലക്ഷം രൂപ ആർക്കാണെന്നറിയാമോ? ചിട്ടി നടത്തുന്ന ആളിന്. അതായത് ഞാൻ വിശ്വസിക്കൂല. ഇതിനൊക്കെ ചിട്ടിയെ കുറിച്ച് നിനക്കൊന്നും അറിയില്ല. അപ്പൊ 2 ലക്ഷം രൂപയുടെ ആണെങ്കിലോ? 2 ലക്ഷം രൂപയുടെ ചിട്ടിയാണെങ്കിൽ നടത്തുന്ന ആളിന്, നമ്മളാണ് നടത്തുന്നെങ്കിൽ നമുക്കാ. നമ്മളൊന്നും കൊടുക്കൊന്നും വേണ്ട. എല്ലാ ചിട്ടിയിലും ആദ്യത്തെ ചിട്ടി നടത്തിപ്പാർക്കാ. അത് തിരിച്ചും കൊടുക്കണ്ടേ? അത് തിരിച്ചൊന്നും കൊടുക്കണ്ട. അതാണ് നമ്മുടെ നോട്ടക്കൂലി. അപ്പൊ ഇപ്പൊ ഇന്നാണ് ചിട്ടി തുടങ്ങണമെങ്കിൽ, ഇന്നിപ്പോ നറുക്കെടുക്കുകയാണെങ്കിൽ ആദ്യത്തെ പ്രാവശ്യം തന്നെ നമുക്ക് തരുമോ? ആ പൈസ നമ്മൾ എടുക്കും. തരൂല, നമ്മളല്ലേ നടത്തുന്നത്, നമുക്ക് എടുക്കാം. അത് നമ്മളോട് അവര് ചോദിക്കൂലേ? ചോദിക്കാം. അതങ്ങനെയാണ് എല്ലാ ചിട്ടിയിലും. ഈ നടക്കുന്ന എല്ലാ ചിട്ടിയിലും ആദ്യത്തെ ചിട്ടി നടത്തിപ്പാർക്കാ. അതായത് ഇപ്പൊ നമുക്ക് ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ നമുക്ക് ഒരു 2000 രൂപ മാസം ഉള്ള ഒരു ചിട്ടി, 50,000 രൂപ. അപ്പൊ അതിന് എത്ര പേര് വേണം? 25 പേര് വേണം. 25 × 2000 50,000 അല്ലേ? അപ്പൊ അങ്ങനെ നമ്മൾ ചിട്ടി ഇടുമ്പോൾ, നറുക്കിടുമ്പോൾ ആദ്യത്തെ 50,000 രൂപ നമ്മൾ എടുക്കും. ശരിയാണല്ലോ അല്ലേ ഇത്? എടുക്കും. എന്നിട്ട് നമ്മൾ അവരെ കാശ് പിരിക്കും. പിറ്റേ മാസം മുതൽ അവർക്ക് കൊടുത്തു തുടങ്ങും. ഇനി അതിന്റെ ഒരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ 2000 രൂപ വെച്ച് അടയ്ക്കണുണ്ടല്ലോ. ഇപ്പൊ നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഒരു 50,000 രൂപ ഒരാളുടെ വേണമെന്ന് വെച്ചാൽ ആരെങ്കിലും തരൂല. ഈ 2000 രൂപ അടയ്ക്കണവന് രണ്ടാമത്തെ മാസത്തിൽ അവന് ചിട്ടി വീണ് കഴിഞ്ഞാൽ അവന് എത്ര രൂപ കൈ കിട്ടുന്നു?
50,000 രൂപ. ആ 50,000 രൂപ കിട്ടുന്നു. പിന്നെ അവൻ സാവകാശം അടച്ചു തീർത്താ പോരെ? അപ്പൊ അവൻ ആകെ 4,000 രൂപ അടച്ചിട്ടുള്ളൂ, പക്ഷെ അവന് 50,000 രൂപ കിട്ടും. 2,000 ആദ്യം അടയ്ക്കും, 2,000 ആദ്യം വീണവന്. അപ്പൊ രണ്ടാമത് വീണവനാണെങ്കിൽ അവൻ 4,000 രൂപ അടയ്ക്കുമ്പോൾ അവൻ 50,000 രൂപ കിട്ടും. 50,000 രൂപ കിട്ടും. അപ്പൊ ആദ്യം കിട്ടുന്നവർ ഭാഗ്യവാന്മാർ. അത് അവരുടെ ഭാഗ്യം പോലെ ഇരിക്കും. പക്ഷെ നമ്മളാണ് അതിൽ ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ. ആദ്യത്തെ ചുറ്റി നമ്മൾ എടുക്കാം. അത് കൊള്ളാലോ. അപ്പൊ അവള് പറഞ്ഞത് ശരിയായിരിക്കൂലേ? പിന്നെ അവരൊക്കെ വലിയ വലിയ ചുറ്റി നടത്തുന്ന ടീമായിരിക്കും. 10 ലക്ഷത്തിന്റെയും 25 ലക്ഷത്തിന്റെയും നടത്തുന്നത്. നമുക്കിപ്പോൾ ആദ്യം ഒരു ചെറിയ ചിട്ടി തുടങ്ങാം. ചെറുതെന്ന് പറഞ്ഞാൽ നമുക്കൊരു 2,000 രൂപയുടെ ചിട്ടി തുടങ്ങാം. 2,000 രൂപ വെച്ച് മാസം അതിലങ്ങ് തുടങ്ങാം. അതാകുമ്പോൾ ആൾക്കാരിൽ പെട്ടെന്ന് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ ഒരു കാര്യം, നമുക്കിത് എനിക്ക് തോന്നുന്നത് നമുക്കിത് പെണ്ണുങ്ങളെ ചുറ്റിപ്പറ്റി ചെയ്യണമായിരിക്കും നല്ലത്. ഈ ഭർത്താക്കന്മാരെ അറിയാതെ നിന്റെ അയൽക്കൂട്ടത്തിലെ പെണ്ണുങ്ങളൊക്കെ പൈസ സ്വരൂപിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ പിടിക്കുക. അത് നീ വിചാരിച്ചാൽ നടക്കുമല്ലോ? നടക്കും. പക്ഷെ വേറൊരു കുഴപ്പമുണ്ടല്ലോ ഡി. എന്താ? ഈ ചിട്ടി ഇവിടെ നടത്തണമെങ്കിൽ അതിനു മുന്നേ ഇനിയിപ്പോൾ ഒരുത്തൻ്റെ കാല് പിടിക്കണ്ടേ? അവനോടൊരു വാക്ക് പറയണ്ടേ? നിന്റെ ഞങ്ങളേരോട്, നിന്റെ അമ്മയോടും ഒന്ന് സൂചിപ്പിച്ചോ? നടക്കൂല ക്ലീറ്റോ, അവര് സമ്മതിക്കൂല. നടക്കുകയൊക്കെ ചെയ്യും. എനിക്കിതിൽ ബന്ധമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കും. ഞാനിതിൻ്റെ പരിസരത്തേ ഇല്ലാന്ന് നീ പറഞ്ഞു കേട്ടോ? പിന്നെ ഞാനില്ല എന്ന് പറഞ്ഞിട്ട് ഞാനിത് സംസാരിക്കാൻ വന്ന ഇങ്ങനെ ഒരു മന്ദത്തി ആയിപ്പോയി. നിന്റെ തള്ളയുണ്ടല്ലോ, അവരോടുകൂടെ ഒന്ന് പറഞ്ഞുതരാം. ഇങ്ങനെ കിളവിക്കിനെ അത് മതി വെള്ളം ഉണ്ടാക്കാൻ. കനക, ഇവനിത് കനകോ, എടാ നീ വരണണ്ട, സമയം വൈകിന്ന്. കനക, എന്തിനാ എങ്ങനെ കിടന്ന് വാ തുറക്കണ്? നീ ഇത് എന്തെടുത്തിരിക്കാൻ വരണണ്ടാ? ദേ വരികയില്ലേ? അമ്മായി പോയി ഇങ്ങോട്ട് വരണണ്ടാ നീ. പോവാണോ? ആ തിറങ്ങണ. ഒരു മിനിറ്റ്. എന്തേ തിരക്കാണോ? പോവാ നിക്കണെന്ന്. വൈകില്ലല്ലോ. നീ കാര്യം പറ. എന്താണ്? ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. എന്താന്ന് പറയേ. വേഗം പറയുന്ന പോണം. എനിക്ക് ഈ തയ്യലും കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റണില്ലടാ. അതല്ല, ഞാൻ പറയാൻ വന്നത് അതല്ല. ഞാൻ ഒരു ബിസിനസ് തുടങ്ങിയാലോ എന്ന് ആലോചിക്കൊരു. നീ ചാടിക്കേറി ചിരിക്കല്ലേ, ഞാൻ പറയണ മുഴുവൻ കേക്ക്. ഒരു ചിട്ടി തുടങ്ങി എങ്ങനെ ഉണ്ടാവും? എന്ത് ചിട്ടി? നല്ല അഭിപ്രായമായിരിക്കൂലേ? ഗംഭീര അഭിപ്രായമായിരിക്കും. നല്ല അഭിപ്രായമായിരിക്കും. ഒന്ന് പറയടാ. ഇത് എന്നോട് ചോദിച്ചിട്ട് പെർമിഷൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവൻ നിന്നെ പറഞ്ഞു വിട്ടല്ലേ? ദൈവമേ, പാവ, ആ മനുഷ്യൻ അറിഞ്ഞിട്ടും കൂടിയില്ല. എന്റെ ബുദ്ധിയിൽ വിരിഞ്ഞ കാര്യം അത്. മോളെ, എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാലോ. പിന്നെ നീ എന്നോട് തന്നെ വന്നിട്ട് ഇത് ചോദിക്കേണ്ട കാര്യമുണ്ടോ? എടാ സത്യമായിട്ടും നിക്കാതെ കഴിക്കണം. ഇങ്ങോട്ട് പാടാ. എടാ എന്തിനാടാ എന്നോടൊന്ന് ഇത്തിരി ഒന്ന് വർത്താനം പറഞ്ഞിട്ട് പോവാ? എന്ത് ഞാൻ എന്താ ചെയ്യേണ്ടത് പറഞ്ഞ നീ ഇത്തിരി എന്നോട് സംസാരിക്കേ. എന്താ പറഞ്ഞ നീ? അമ്മേനെ വിളിക്കേ. കൊറേ നേരമായില്ലേ ഇതുവരെ പോയില്ലേ? ഇവിടെ എന്തൊക്കെയാ പറയണേ കേട്ടോ? ഞാനേ, അമ്മ ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. ഞാനൊരു ചിട്ടി തുടങ്ങാൻ തീരുമാനിച്ചേക്കാണ്. അതായത് എന്റെ കുടുംബശ്രീയിലുള്ള പെണ്ണുങ്ങളോടൊക്കെ ഞാൻ ചോദിച്ചു അതിനെപ്പറ്റി ഇന്നലെ. അപ്പൊ അവർക്കൊക്കെ എന്നെ ഭയങ്കര വിശ്വാസവുമാണ് എന്റെ കൂടെ ചേരാന്നും പറഞ്ഞു. അതെ, കുടുംബശ്രീക്കാർക്ക് ചിട്ടിയൊന്നും ഇല്ലേ അവിടെ? കുടുംബശ്രീ ചിട്ടി കാണുമല്ലോ സാധാരണ. കുടുംബശ്രീയില് ചിട്ടിയുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കുന്ന പരിപാടിയാണ് ഇത്. കൃത്യമായിട്ട് ആ നറുക്കെടുത്തിട്ട് അവർക്ക് ആ പൈസ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും. ഇവിടെ എങ്ങനെ കൃത്യമായിട്ട് ഞാൻ കൊടുക്കാതിരിക്കണ? എങ്ങനെ? അവരുടെ പൈസ അല്ലേ, ഞാൻ കൊടുക്കൂലേ? എടാ ഒരു മിനിറ്റ്. നിന്റെ ക്ലീറ്റോയിലെ പുറത്ത് എനിക്ക് അവരെ വിശ്വാസമില്ല, അതാണ്. എടാ എന്തിന് ക്ലീറ്റോന് ഞാൻ ഈ പൈസ കാണിക്കണില്ലല്ലോ. ഞാൻ അപ്പൊ തന്നെ അത് മേടിച്ച് മറ്റേ അക്കൗണ്ടിലോട്ട് ഇടൂല്ലോ. ഞാൻ അക്കൗണ്ട് എടുക്കണ്ടതാ. ചിട്ടി തുടങ്ങുന്നതൊക്കെ നല്ലത് തന്നെ, നല്ലൊരു കാര്യമാണ്. വളരെ ആലോചിച്ച് ഉത്തരവാദിത്തമുള്ളൊരു കാര്യമാണ്. അതൊക്കെ എനിക്കറിയാം. നിന്നെക്കൊണ്ട് ഒക്കോ? ഞാനൊരു കാര്യം പറയട്ടെ, തൽക്കാലം നീ ഈ പരിപാടിക്ക് മെനക്കെടണ്ട. ഇത് ചെറിയ പണിയല്ല, അത് നല്ല ഉത്തരവാദിത്തമുള്ള ഏർപ്പാടാണ്. നാട്ടുകാരുടെ കയ്യിൽ നിന്ന് മുഴുവൻ പൈസയും പിരിച്ചിട്ട് മാസം മാസം അവർക്ക് പൈസ കൊടുക്കണ്ടേ? അല്ലാതെ അത് ഞാൻ കൊടുക്കുമല്ലോ.
ചിട്ടി കാശ് പിരിച്ച് നീ അവിടെ വയ്ക്കും, അവൻ പറക്കൊണ്ട് പോകും. അതല്ലേ അമ്മ പറഞ്ഞത്, ഞാൻ ബാഗിൽ കൊണ്ടുപോയി ഇടൂന്ന്. എനിക്ക് അവനെ വിശ്വാസമില്ല. നിങ്ങൾ ശരിക്കും കേക്ക്. ഞാൻ എന്റെ പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ചിട്ടി ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് കുടുംബശ്രീയിലൊക്കെ ഉള്ള കുറെ പെണ്ണുങ്ങൾ, പിന്നെ എന്റെ കൂട്ടുകാരികള്, അവരൊക്കെ ചേരും. അവരോടൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ അത്യാവശ്യമാണെങ്കിൽ ആള് തികഞ്ഞില്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ പരിചയത്തിലുള്ള ഇപ്പൊ നിന്റെ ഓഫീസിലുള്ള ആൾക്കാരുടെ, നമ്മുടെ ഫാസില്, അങ്ങനെ അവരെയൊക്കെ ചേർക്കാം. എന്താണ് അല്ല ഇപ്പൊ നീ ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു ചിട്ടി ചേരുമല്ലോ. എങ്ങനെയാണ്? 25 പേരാണ് ആകെ കുറിയിലുള്ളത്. 2000 രൂപ വെച്ച് ഇറക്ക് ഒരാള്. ഒരാള് 2000 രൂപ. 26 മാസമാണ് ചിട്ടിയുടെ കാലയളവ്. അപ്പൊ എത്ര രൂപ ഉണ്ടാവും കിട്ടണത്? 50,000 രൂപ. അത് തരക്കേടില്ലല്ലോ. എല്ലാ മാസം 5-ാം തീയതിയാണ് ചിട്ടി നറുക്കിടാൻ തീരുമാനിച്ചിരിക്കുന്നത്. 6-ാം തീയതി നറുക്ക് വീണാക്ക് പൈസ അങ്ങ് കൊടുക്കും. ഇതിനെ കൊണ്ട് നോക്കും അങ്ങനെ കൊടുക്കാൻ. 6-ാം തീയതി കൊടുക്കാന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കണം. 1-2 പേര് തന്നില്ലെങ്കിൽ നീ എന്തോ ചെയ്യും? അങ്ങനെ തരാതിരിക്കൂ. പിന്നെ നീ വിചാരിക്കുന്ന അവർ ചെല്ലുമ്പോൾ നീ നീട്ടി വെച്ച് വരുമെന്നാണ്. അതപ്പോൾ ഒരു കാര്യം ചെയ്യണം. 6-ാം തീയതി കൊടുക്കാൻ ഒത്തില്ലെങ്കിൽ 10-ാം തീയതി കൊടുക്കാന്ന് പറയണം. അഥവാ 6-ാം തീയതി തന്നെ കൊടുക്കാന്ന് പറഞ്ഞാൽ ഈ നോട്ടക്കൂലിന്ന് നീ ഇട്ട് നികത്തേണ്ടി വരും. ആദ്യത്തെ കുറി പറഞ്ഞ പോലെ എനിക്കാണ്. അത് എല്ലാവരോടും പറഞ്ഞേക്കാം. ആദ്യത്തെ കുറി എനിക്കാണ്. അല്ല താങ്കൾ അന്ന് എന്റെ പറഞ്ഞ എഴുതിക്കോ. എനിക്ക് എടുത്തു തരണോട്ടോ. എഴുതിക്കോട്ടെ. പിന്നെയും പറയാം, ആദ്യത്തെ ഞാനല്ലേ എടുക്കണത്. ആദ്യത്തെ നീ എടുത്തോ, പിന്നെ എപ്പോഴെങ്കിലും ഞറക്കിടുവല്ലേ ഇത്. രണ്ടാമത്തത് മുതൽ ഞറക്കാം. അപ്പൊ അത് എനിക്ക് എടുത്തു തന്നാ മതി. അയ്യോ അതെങ്ങനെ? എന്റെ കനക ഞറുക്കാണ് എടുത്തു തരാൻ പറയണ. എടാ ഒരു പാത്രത്തിലിട്ട് ഈ നറുക്കെല്ലാം കൂടി ഇങ്ങനെ കാണിച്ചിട്ട് എടുക്കണത്. അത് എങ്ങനെ നിനക്ക് നീ അങ്ങനെ കാണിക്കൂലേ? അപ്പൊ എന്റെ ടോക്കൺ കൊണ്ടുപോയിട്ട് നീ ഫ്രീസറിൽ വെക്കണം തലേ ദിവസം ഫ്രിഡ്ജില്. എന്റെ നമ്പർ ഉണ്ടല്ലോ ടോക്കൺ, അത് കൊണ്ടുപോയി നീ ഫ്രീസറിൽ വെച്ച് നല്ലോണം തണുപ്പിക്കണം. എന്നിട്ട് ആ പാത്രത്തിലിട്ട് ഇങ്ങനെ കിളിക്കുമ്പോ കൈ തണുക്കൂലേ? അതിങ്ങാട്ട് എടുത്തു തന്നാ മതി. അപ്പൊ എനിക്ക് ഉള്ളതാണെന്നേ. ഇതൊക്കെ പഴയ നമ്പറാണ്. ഇപ്പൊ പുതിയത് കണ്ട് ഇറങ്ങിയിട്ടുണ്ട്, ന്യൂ ജനറേഷൻ. അതെനിക്ക് മനസ്സിലായിട്ടില്ല. അതന്നെ. അപ്പൊ ഒരെണ്ണം എന്റെ എഴുതിക്കോ. പുറത്തൊരാളോടും പറയരുത്, എന്റെ വിശ്വാസ്യത നഷ്ടപ്പെടും. അതെന്ത് വർത്താനമാണ് നീ പറഞ്ഞേ? എനിക്കൊരു ഉപകാരം ചെയ്യണേ, ഞാൻ പുറത്ത് പറഞ്ഞു നടക്കുവോ? അപ്പൊ തരാം. ഇപ്പോഴേ നിന്റെ കുറയുടെ വിശ്വാസത പോയില്ലേ? അല്ല പോയില്ലേ? അപ്പൊ നിന്റെ കൂട്ടുകാരനായതുകൊണ്ട് ഞാനൊരു തങ്ക അവൻ അതും അതിന്റെ അപ്പുറവും പറയും. എന്ത് പറഞ്ഞാലും പുള്ളി അങ്ങനെ നെഗറ്റീവ് എന്തെങ്കിലും നീ പറഞ്ഞേ. അവള് തുടങ്ങട്ടെ. ഞാൻ കൂടിക്കോട്ടെ, തുടങ്ങിക്കോട്ടെ. ഞാൻ ഒരു കാര്യം പറയാം. നല്ല രീതിയിൽ നടത്തി കൊണ്ടുപോകണമെങ്കിൽ ഒരു കുഴപ്പമില്ല. ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ എന്നെ വിളിക്കരുത്, എന്നെ നിനക്കാക്കുകയും വേണ്ട. ഞാൻ ആ ഏരിയയിലേ ഉണ്ടാവില്ല. ഇതിലിപ്പോ എന്ത് പ്രശ്നം ഉണ്ടാകാൻ ഒരു മൊന്ത മേടിക്കേണ്ട ചെലവല്ലേ ഉള്ളൂ. നീ തുടങ്ങുന്നു തങ്കം. നീ പോയിട്ട് വാ. വല്ല വായ്പയെങ്കിലും മേടിക്കാല്ല. ഇതിനോട് ഒരു കാര്യം പറയാൻ പാടില്ലെങ്കിൽ പിന്നെ ഞാനെന്തിനാ അനുവാദം വന്ന് ചോദിക്കണേ? അല്ലടി, ചിട്ടിക്കാരി എന്ന് പറയുന്നത് നിസ്സാര കളി, വളരെ ഉത്തരവാദിത്തമുള്ള കളിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അമ്മ ഞാൻ ഇവിടെയാണ് നറുക്കെടുക്കാൻ തീരുമാനിച്ചേക്കണത്. ഇവിടെ വെച്ചിട്ട് നമ്മുടെ മുറ്റത്ത് വെച്ചിട്ട്. അമ്മ ആദ്യത്തെ നറുക്കെടുത്ത് തന്നെ കേട്ടാ. അങ്ങനെ ഞാൻ എടുത്തൊക്കെ തരാം. പക്ഷെ വളരെ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം. എന്നെ ഈ വീട്ടിലെ ആളിനെ കൂട്ടാൻ ഇടയാക്കരുത്. ചിട്ടി നല്ലത് തന്നെയാണ്. ഇതെന്താ എല്ലാവരും ഇങ്ങനെ മുടക്ക് പറയണേ? മുടക്കല്ല പറഞ്ഞത്, ചിട്ടി നല്ലതാണെന്നല്ലേ പറഞ്ഞത്. ചിട്ടി തുടങ്ങിക്കോ നീ. ഫാസിലിന്റെ ഭാര്യ, ഫാസിലൊരെണ്ണം ചേർന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫാസിലിന്റെ ഭാര്യയുടെ പേര് എഴുതാം. എന്താണ് പേര്? ഷാഹിദ. ഷാഹിദ ഫാസിൽ അല്ലേ? പിന്നെ അടുത്തത് തങ്കമ്മ. തങ്കമ്മ. പിന്നെ മിനി. മീൻ. ഏത് മിനി? എന്താ ചിരിക്കണത്? എന്നോട് ഇവിടെ പഠിച്ച അത് തന്നെ. നിങ്ങൾ ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ അവക്ക്. ചുമ്മാ പോൾ, ഇതൊക്കെ ആളുകൾ ഓരോന്ന് പറഞ്ഞുണ്ടാക്കണം. അവക്ക് എന്നോട് ഇഷ്ടമുണ്ടായാലും എനിക്കൂടെ അങ്ങോട്ട് തോന്നണ്ടേ? എനിക്ക് തോന്നിയത് വേറെ ആയിപ്പോയില്ലേ? അപ്പൊ മിനി. പിന്നെ ജമന്തിയുടെയും അമ്മയുടെ പേരിലോ? ജമന്തി കുമന്തി ഒന്നും വേണ്ട. ജമന്തി നീ അത് പറഞ്ഞിട്ട് കളിയാക്കാൻ വേണ്ടിയിട്ടാ. നമുക്കൊരു കാര്യം ചെയ്യാം. കനകന്റെ ഓഫീസിലെ പെണ്ണുങ്ങളെ ചേർക്കാം. കനകന്റെ ഓഫീസിൽ എത്ര പെണ്ണുങ്ങൾ? 4 പേരുണ്ട്. 4 ചേരുവോ? അതൊക്കെ ചേർക്കാം. കനകന്റെ ഓഫീസിലെ 4. അപ്പോ 4 പേരും കൂടെ ആയപ്പോ 24 പേരായി. ഇനി ഒരാളും കൂടെ. അമ്മേനെ കൂടെ ചേർക്കാം. അമ്മയും കൂടെ ആവുമ്പോ 25 പേര്. അമ്മയുടെ അടുത്ത് നീ ചിട്ടിയിൽ ചേരാൻ കാര്യം പറഞ്ഞോ? തുടങ്ങണ കാര്യം പറഞ്ഞല്ലേ? ചേരുന്ന കാര്യം പറഞ്ഞിട്ടില്ല. നീ അമ്മയെ കൊണ്ടൊരു ചിട്ടി ചേർന്ന് സംസാരിക്കും. പോ. അത് ഞാൻ പറഞ്ഞു. ഓക്കെ, അത് കിട്ടിയാലും അമ്മ കിട്ടണ 50,000 രൂപ. അല്ല തങ്കം, ഞാൻ ആലോചിക്കേ, എന്താ നമുക്ക് ഈ ബുദ്ധി നേരത്തെ തോന്നാത്തെ? എല്ലാത്തിനും ഓരോ സമയമുണ്ട് ക്ലിറ്റോ.
ഒന്നുമില്ല തങ്കം, ഈ 50,000 രൂപയൊക്കെ കയ്യിൽ കിട്ടിയിട്ട് കുറെ നാളായില്ലേ. അപ്പൊ അത് എണ്ണിയപ്പോ എന്തോ ഒരു ഇത് 50,000 രൂപയാണോ? ആ നമുക്ക് തന്നെ. ഇത് നമുക്ക് മാത്രമുള്ളതാ. ഒയ്യോ. ഇനി, ഒയ്യോ. എന്താടി ഇത്രയും പൈസ നമ്മുടെ കയ്യിൽ വരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റണില്ല ക്ലീറ്റോ. ഞാൻ പണ്ട് കണ്ടോണ്ടിരുന്നതാ, പിന്നെ എന്തോ. ആ അതെ, ഇതൊക്കെ ഇതിവിടെ ഇരിക്കട്ടെ. പക്ഷെ അടുത്ത കുറിയുടെ സമയമായിട്ടുണ്ട്. ഉടനെ പോയി പിരിച്ചു തുടങ്ങണം പൈസ തരാത്തവരുടെ. ഇതൊക്കെ ഞാനിപ്പോ നാളെ മറ്റന്നാൾ ആയിട്ട് പിരിച്ചോളാം. പിന്നെ ഈ കുറി പിരിച്ചെടുത്തു കഴിഞ്ഞാല് അടുത്ത കൊടുക്കണവരോട് പറയണം നമ്മൾ 20 ദിവസം കഴിഞ്ഞേ കൊടുക്കുള്ളൂ എന്നുള്ളത്. അതെങ്ങനെ ശരിയാവും? നമ്മൾ പിറ്റേ ദിവസം തന്നെ കൊടുക്കാന്നല്ലേ തീരുമാനിച്ചത്. ആര് തീരുമാനിച്ച്? എടി, ഒരു ചിട്ടിക്കാരും നടത്തിപ്പുകാരും അങ്ങനെ ഉടനെ അടുത്ത ദിവസം ഒന്നും കൊടുക്കാറില്ല. ചിട്ടി വീണ് ഈ ഇത്ര 25 ആൾക്കാരെ ഒന്നും പിരിക്കണ്ടേ? അത് പിരിച്ചെടുക്കാൻ ഒരു സമയമുണ്ട്, 15-20 ദിവസം എടുക്കും. ക്ലീറ്റോ എന്തിനാ അത് വെറുതെ? ആദ്യം അങ്ങോട്ട് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ടെൻഷൻ അങ്ങ് ഉണ്ടാവില്ല കേട്ടോ. പിന്നെ തങ്കൂസേ, ഈ 20 ദിവസം ഈ 50,000 രൂപ നമ്മുടെ കൈ കിടന്ന് ഇങ്ങനെ നമ്മൾ പല പല പരിപാടിയിലൂടെ പെറ്റ് പെരുകും. എങ്കിൽ എന്റെ രേഷ്മയുടെ കാര്യം പറഞ്ഞില്ലേ, അതേപോലെ അവൾ അച്ഛനെ പോലെ ഡാഡിയുടെ പേഴ്സ് നിറച്ച് പൈസ ആയിരിക്കണം, വലിയ നല്ല വിലക്കൂടിയ പേന, പിന്നെ കട്ടിലിൻ്റെ അടിയിൽ നിരത്തി പൈസ വയ്ക്കണം, പിന്നെ ഷോപ്പിങ്ങിന് വേണം, പിസ്സ, ബർഗർ, കേക്ക് ഒക്കെ കഴിച്ച് അടിച്ച് പൊളിക്കണം കേട്ടോ. ഓക്കെ? ഡേ, എനിക്കൊരു സംശയം, നീ ഇവിടെ പട്ടിണിക്കിട്ടാണോ വളർത്തുന്നത്? ഏത് നിമിഷവും തീറ്റക്കാര്യം അല്ലാതെ വേറെ ഒന്നും പറയാറില്ല. ഇപ്പൊ തിന്ന് ഇങ്ങനെ ഗുണ്ടൂസ് പോലെ ആയി. ഒയ്യോ, പറയുന്ന ആളിനെ മെളിഞ്ഞ് ഇത്ര അങ്ങ് ഇരിക്കുകയല്ലേ. എന്തോന്നാടി ഇത്? ഓ, മിണ്ടായിരുന്നെങ്കിൽ ഞാൻ വലുതാകുമ്പോ വല്ല അവള് വല്ല വൃദ്ധസാധനത്തിലും കൊണ്ടുവന്ന് വിട്ടാ നിങ്ങളെ. ആ, അങ്ങനെ ചെയ്യുമെങ്കിൽ എന്നെ നോക്കണ വേറൊരു പെണ്ണെ ഞാൻ കല്യാണം കഴിക്കും. ഇതിപ്പോ ദിവസം എത്രയെന്ന് ഓർത്തിട്ടാണ് ചിട്ടി ചേർന്നപ്പോ അവൾ എന്നോട് പറഞ്ഞ എന്താണെന്നറിയാമോ? ആദ്യത്തെ കഴിഞ്ഞർക്ക് അവരെടുക്കും, രണ്ടാമത് കിട്ടണാക്കി 20 ദിവസത്തിനുള്ളിൽ മുഴുവൻ പൈസയും കൊടുക്കുമെന്ന് പറഞ്ഞു. ഇപ്പം 20 ദിവസവും കഴിഞ്ഞ് ഒരാഴ്ചയും കഴിഞ്ഞ് എൻ്റെ പൈസക്ക് മാത്രം ഒരു തീരുമാനമില്ല. ഞാൻ തങ്കത്തിനെ വിളിച്ച്, അവൾ ഫോൺ എടുക്കണില്ല. ക്ലീറ്റസിനെ വിളിച്ച്, അവൻ മിണ്ടണില്ല. എൻ്റെ പൈസക്കാര് തീരുമാനം ഉണ്ടാക്കും. നീ ഒന്ന് പറ, എന്താ നീ മിണ്ടാതിരിക്കണേന്ന്? എടാ, ഞാൻ എന്താ മിണ്ടണത്? ഞാനാ കുറി വെച്ചത് തങ്കല്ലേ. തങ്കം കുറി വെക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് നീ നനിക്കും നറുക്കുവാണെന്ന് പറഞ്ഞിട്ട് ചാടി കയറിയിട്ട് കൂടാൻ നിൽക്കേണ്ട കാര്യം എന്ത്? എടാ, തങ്കം എന്ന് പറഞ്ഞാൽ കണ്ണീ കണ്ടവരല്ല, നിന്റെ പെങ്ങളല്ലേ, വേറെ ആരുമല്ല. നിന്നെ വിശ്വസിച്ചിട്ടല്ലേ ഞാൻ അതിൽ ചേർന്ന. നാട്ടിൽ കുറിയില്ലാഞ്ഞിട്ടാണാ? എടാ, എന്നെ വിശ്വസിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനല്ലല്ലോ കുറി വെച്ചത്, അല്ലേ? തങ്കം എന്ന് പറയണത് എൻ്റെ പെങ്ങളാണ്, ശരി. പക്ഷേ തങ്കത്തിൻ്റെ ഭർത്താവ് ആരാണ്? അത് ക്ലീറ്റസ് അല്ലേ? ക്ലീറ്റസിന്റെ സ്വഭാവം എന്താണെന്ന് എന്നെക്കാൾ കൂടുതൽ നിനക്കും അറിയാലോ. എടാ കനക, ക്ലീറ്റസ് ഇതിൽ ഇടപെടൂല. അവള് കുടുംബശ്രീ പെണ്ണുങ്ങളെയും കൂടി ചേർത്തിട്ടാണ് ഇത് നടത്തണേന്ന് പറഞ്ഞു. നിന്റെ പെങ്ങളായതുകൊണ്ടും നിന്റെ കുടുംബത്തിൽ നടക്കുന്ന ഒരു പരിപാടി ആയതുകൊണ്ടല്ലേ ഞാൻ അതിൽ പങ്കെടുത്ത. എനിക്കിപ്പോൾ ഉള്ള കുഴപ്പം എന്താണെന്നറിയാമോ? ഞാൻ ഈ കുറി കിട്ടിയിട്ട് 50,000 രൂപ വെച്ചിട്ട് അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് ഞാൻ വാക്ക് കൊടുത്തു പോയി. കിട്ടിയെന്ന് ഞാൻ പറയുകയും ചെയ്ത്. അന്ന് തൊട്ട് തലക്ക് വെളിവ് വന്നിട്ടില്ല. സർപ്രൈസ് എവിടെ? കുറി കിട്ടിയ കാശ് വേറെ വല്ലയിടത്തും കൊണ്ടുപോയി കൊടുത്താ. എനിക്കിപ്പോൾ വീട്ടിലോട്ട് ചെല്ലാൻ പറ്റാത്ത അവസ്ഥയാണ്. നീ ഇതൊന്ന് ഇടപെട്ട് വാങ്ങിത്താ. ഇതുപോലുള്ളൊരു തട്ടിപ്പാണ് എന്നുള്ളത് ക്ലീറ്റസ് മുമ്പേ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനനുസരിച്ച് ആണ് കാര്യങ്ങളൊക്കെ നീക്കിയിട്ടുള്ളത്. ഇതിനകത്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരാം, വെറുതെ എന്തെങ്കിലും സംസാരം ഉണ്ടാവും, പിന്നെ അത് വലിയ വിത്തനയോ. എന്തിനാണ് നിൽക്കുന്നത്? കനക, നിന്റെ വീട്ടിലൊരു പരിപാടി തുടങ്ങിയാണ്. അപ്പോൾ അതിൽ സഹകരിക്കണ്ടേന്ന് കരുതിയിട്ടാണ് ഞാൻ സഹകരിച്ചത്. നമുക്ക് പിന്നെ ബാക്കി വന്ന കാശിൽ എന്തെങ്കിലും ഒരു ആദായം ഉണ്ടാകണമെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി. ഇപ്പം ഇതിങ്ങനെ കുരിച്ചാവുമെന്ന് ഞാൻ കരുതിയാ. പൈസയൊക്കെ തരുമായിരിക്കും ചിലപ്പോൾ. അവൻ എന്തെങ്കിലും എങ്ങനെയൊക്കെ എടുത്ത് മറിച്ചിട്ടുണ്ടാവും, അതാണ് സംഭവം. കനക, എന്തിനാ മറിക്കണം? ആദ്യത്തെ 50,000 രൂപ കഴിഞ്ഞിറക്കം അവരുടെ കയ്യിലില്ലേ? പിന്നെ രണ്ടാമത് കിട്ടിയാക്ക് സമയത്തിന് കൊടുക്കണ്ടേ? പിന്നെ അതും കൂടി എടുത്ത് മറിക്കാൻ നിൽക്കണേ എന്തിനാ? ഭാര്യയുടെ കയ്യിൽ ഒരു 50,000 കൂടെ ഉണ്ടെങ്കിൽ അത് എടുത്ത് മറിക്കാൻ അവന് വേറെ ആരോടെങ്കിലും ചോദിക്കണോ? വേണ്ടല്ലോ. ഇതെന്തൊരു കഷ്ടമായി പോയി. ഇവനെ കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത മാർഗമല്ല. നീ ഒരു കാര്യം ചെയ്യടാ, ചെന്ന് ചോദിക്ക്. അതിനെന്താ കുഴപ്പം? വീട്ടിൽ ചെന്ന് ചോദിക്ക്. കുറി കിട്ടിയതാണ്, എനിക്ക് എൻ്റെ പൈസ എന്ന് പറ. എനിക്ക് ചോദിക്കാൻ അറിഞ്ഞുകൂടാനിട്ടൊന്നുമല്ല. നിന്റെ വീട്ടിലെ ആ സൈസ് എനിക്ക് എടുക്കാൻ പറ്റൂല. നമ്മ തമ്മിലുള്ള ബന്ധം നശിക്കും. അതുകൊണ്ട് മാത്രമേ ഞാൻ ചോദിക്കാത്തത്. എടാ, ഈ കുറിയുടെ പൈസ ചോദിക്കുന്നത് ബന്ധം തമ്മിൽ എന്താണ്? നീ കുറിയിൽ ചേർന്നതല്ലേ, നിനക്ക് കുറി കിട്ടി. ആ പൈസ നീ ചോദിക്കുകയും വേണം, വാങ്ങിക്കുകയും വേണം. എന്ന് വെച്ചാൽ നമ്മുടെ ബന്ധത്തിന് എന്താ പ്രശ്നം? ഞാൻ എന്തേലും ഏറി മാറി പറഞ്ഞാൽ നമ്മുടെ ബന്ധത്തിന് അത് കോട്ടം ചെയ്യാം. ഒരു കുഴപ്പമില്ലാന്ന്. നീ പൈസ ചോദിക്കുക, വേണമെങ്കിൽ ഞാനും വരാം. നീ എൻ്റെ കൂടെ വാ. അത് ന്യായമായിട്ടൊന്ന് അതിലിടപെട്ട് എനിക്ക് മേടിച്ചതാ. എനിക്കിപ്പോൾ ഇത് കിട്ടിയിട്ട് ഞാൻ ഈ ഒരു സാധനം വാങ്ങി കൊടുക്കാന്ന് ഏറ്റുപോയി. അതുകൊണ്ടാണ്. അല്ലെ ഒരാഴ്ച കൂടി കഴിഞ്ഞാലും എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടല്ല. എന്തായാലും ചോദിക്ക്, ഞാൻ വീട്ടിലുണ്ടാവും. ഞാൻ ഐസിൽ വരാം. അതാണല്ലേ.
വന്നോ? പൈസ കിട്ടിയില്ലേ ക്ലീറ്റോ? വേഗം ആ ഫാസിലിനെ വിളിച്ചേ. അവൻ കർണത്തിന് സ്വരം തന്നിട്ടില്ല. ഫോൺ വിളിയോട് ഫോൺ വിളി. പൈസ റെഡിയായിന്ന് പറ. ക്ലീറ്റോ, ഫാസിലിനെ വിളിക്കാൻ. എന്താ പറ്റി? ക്ലീറ്റോ എന്താ? ആ ഷൺമുഖം അവൻ എന്നെ പറ്റിച്ചത്. ഏത് ഷൺമുഖം? നമ്മുടെ ചിട്ടിയുടെ കാശ് കൊടുത്തിരുന്നില്ലേ, ആ ആ ഷൺമുഖം. എന്താന്ന്? അവനിവിടെയെങ്കിലും ഇല്ല. ക്ലീറ്റോ എന്തേ പറയണ? 1 ലക്ഷം രൂപയാ? എന്തെങ്കിലും നിസ്സാരായിട്ട് പറയണേ ക്ലീറ്റോ? എന്ത് പൊട്ടിച്ചു നീ പറയണ? അയാൾ എവിടെ? അയാൾ അവിടെയൊന്നുമില്ല. അയാൾ നാട്ടിലേക്ക് സേലത്തേക്ക് പോയി. അയാൾ ഫോൺ ചെയ്യും ക്ലീറ്റോ. വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് ആതങ്കം. ദൈവമേ, ഞാനിനി എന്ത് ചെയ്യും? ക്ലീറ്റോന് അവരുടെ ബന്ധുക്കാരെയോ കൂട്ടുകാരെയോ ആരെങ്കിലും അറിയോ അയാളുടെ? അയാൾക്ക് ഇവിടെ ആരുമില്ല. പിന്നെ നിങ്ങൾ എന്തുദ്ദേശത്തിലാ പൈസ എടുത്തു കൊടുത്തത്? 1-2 രൂപയല്ല, 1 ലക്ഷം രൂപയാ. നിങ്ങൾ എന്തൊക്കെയാ ക്ലീറ്റോ ഈ കാണിച്ചു വെക്കണേ? എന്റെ ദൈവം. പാർട്ടിയിലുള്ള നടരാജ പാർട്ടി പൈസ കൊടുത്തപ്പോ അയാൾ കൃത്യമായിട്ട് കൊടുത്തു എന്ന് പറഞ്ഞോണ്ടാ ആ വിശ്വാസത്തിലാ ഞാൻ കൊടുത്തത്. നിങ്ങൾ ഇങ്ങനെ എല്ലാവരും വിശ്വസിക്കണേ? എന്താ ദൈവമേ, ഞാനിനി പൈസക്ക് എവിടെ പോകും? ആ ഫാസിൽ കർണത്തിന് സ്വയം തന്നിട്ടില്ല. ഈ നേരം വരെ അയാൾ വിളിച്ചോണ്ടിരിക്കുന്നു. അയാൾക്ക് പൈസ കൊടുക്കണ്ടേ? നിങ്ങൾ എന്താ ക്ലീറ്റോ ചെയ്യണത്? പൈസ എടുത്തിട്ടോ അവിടെ നിന്നാന്ന് വെച്ചാൽ എനിക്ക് ഒന്നും അറിയണ്ട. ഞാൻ അവന് വിശ്വസിച്ചു പോയി. നിങ്ങൾ എന്നെ കുറിച്ചൊന്നും ചിന്തിക്കായിരുന്നില്ലേ ക്ലീറ്റോ? ഒരു വിശ്വാസം ഇല്ല. ആരോ ഒരാൾ പറഞ്ഞ് ഇത്രയും പൈസ ഒരാൾക്ക് എടുത്തു കൊടുക്കുവാണോ വേണ്ടേ? നിങ്ങൾ ഉറപ്പ് പറഞ്ഞോണ്ടല്ലേ ഞാൻ ഇതിന് സമ്മതിച്ചത്. ബാങ്കിലിടാന്ന് ഞാൻ 100 പ്രാവശ്യം പറഞ്ഞല്ലേ. ഇനി ഇത് പറഞ്ഞിട്ട് എനിക്ക് കനവന്റെ അടുത്തോട്ട് ചെല്ലാൻ പറ്റുമോ? അമ്മയുടെ അടുത്ത് ചെല്ലാൻ പറ്റുമോ? ഒരു കൊല്ലൂല്ല എന്നെ. 100 പ്രാവശ്യം പറഞ്ഞത് അവര് നിങ്ങളെ കൂട്ടല്ലേ എന്ന്. എന്റെ പൊട്ടത്തരം കൊണ്ട് ഞാൻ പിന്നെയും ചെന്ന് ചാടും. എനിക്കൊന്നും അറിയണ്ട. എനിക്ക് എവിടെ നിന്നാന്ന് വെച്ചാൽ പൈസ എടുത്തിട്ട് വന്നെ. ആരെങ്കിലും കൊല്ലോ ജീവിക്കോ എന്താന്ന് വെച്ചാൽ ചെയ്തോ. പൈസ എടുത്തിട്ടോ ക്ലീറ്റോ, കളിക്കരുത് എൻ്റെ അടുത്ത്. 20-ാം തീയതി അവൻ പൈസ തരാൻ വേണ്ടി ഞാൻ അവനെ വിളിച്ചതാ. അപ്പൊ എന്നോട് പറഞ്ഞു 5 ദിവസം കൂടെ കിടന്ന 1,000 രൂപ അധികം തരാന്ന്. ഇപ്പൊ പോയില്ലേ? എന്നിട്ട് 5,000 എവിടെ? എനിക്ക് വാലോർക്കുന്ന ഞാനാണ്, ഫാസിലാണ്. തുറന്നേ. വാലോർക്ക് ഞാനാണ്, ഫാസിലാണ്. പൈസ പോയിന്ന് പറ. ഞാനില്ല, ഞാൻ എവിടെയും പോയി. തങ്കം, ഞാനാ ഫാസിലാണ്. വാലു പറഞ്ഞേ. നീ എന്ത് കളിയാണ് തങ്കി കളിക്കണത്? നീ എന്നോട് എന്താ പറഞ്ഞത്? കുറി കിട്ടിയ 20 ദിവസം കഴിഞ്ഞിട്ട് പൈസ മുഴുവൻ തരാന്നല്ലേ? ഞാൻ ഒരാഴ്ചയായി നിന്റെ ഫോണിൽ കിടന്ന് വിളിക്കണം. എന്താ ഫോൺ എടുക്കാത്തത്? ആ പൈസനെ കൊടുക്ക്, കളിക്കാൻ നിൽക്കാതെ. അവന് കുറി കിട്ടിയല്ലേ? നീ ഒന്നിങ്ങ് വന്നേ. എന്ത് കനക, നീ ഒന്നിങ്ങ് വാ. അപ്പൊ എന്താ പൈസ കൊടുക്കാത്തന്ന്? പൈസ തരാ. വേഗം എടുത്തുണ്ടോ? എനിക്ക് കിട്ടിയിട്ട് ആവശ്യമുള്ളതാണ്. കനക, നീ ഒന്നിങ്ങ് വന്നേ. അതിന് കനകൻ എന്തിനാണ്? എന്താണ്? എന്തായി കിട്ടിയ? അതെ, വേറെ ചില പ്രശ്നങ്ങളുണ്ട്. എന്ത് പ്രശ്നം? എൻ്റെ പൈസ കണ്ട് തരണേനിപ്പോ? പൈസയ്ക്ക് നമുക്ക് വഴി ഉണ്ടാക്കാം. ഇന്ന് നടക്കില്ല. നീ പോയിട്ട് നാളെ ഇങ്ങ് വാ. ഇന്ന് കിട്ടൂലേ? നീ ഏറ്റാ വാ. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. തരികട കാണിച്ചിട്ടാണെങ്കിലും ഫാസിലിൻ്റെ നമ്പർ ആദ്യം വീണത് നന്നായി. വേറെ വല്ലവർക്കാണ് ഈ ചിട്ടി ഫസ്റ്റ് കൊടുക്കേണ്ടി വന്നെങ്കിൽ അവർ 50,000 ഉറുപ്പ്യ വേണമെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയാനെ. അപ്പൊ എനിക്ക് പ്രശ്നമൊന്നുമില്ലേ? അമ്മ അവൻ എന്ത് വർത്താനോട് ഈ പറയണ? ഈ കുറി കിട്ടിയെന്നും പറഞ്ഞ് ഞാൻ അവൾക്ക് പാസ്വരം മേടിച്ചു കൊടുക്കാൻ നേറ്റൊക്കെയാണ്. അപ്പൊ എനിക്ക് വീട്ടിലൊക്കെ അല്ലണ്ടേ? എടാ,
ഫാസിൽ പാദസരല്ലേ, ഇപ്പൊ വീട്ടിൽ ആർക്കെങ്കിലും ഒരു അസുഖം വന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു അർജന്റ് ആണെങ്കിൽ പോട്ടെ എന്ന് വെക്കാം. ആ വർത്താനൊന്നും അമ്മാവൻ പറയണട്ടെ, എനിക്ക് എന്റെ 50,000 രൂപ കിട്ടണം. എന്തൂട്ടാ കനകികളി പറയണ? ഫാസിലെ നീ ഒന്ന് മനസ്സിലാക്ക്, ഇവർ ഈ കുറി മുന്നോട്ട് കൊണ്ടുപോയാലത്തെ അവസ്ഥ കണക്കറിയാലോ. ഇവരെ കൊണ്ട് അതിന് പറ്റില്ല. ഞാൻ അവന്റെ കൂടെ അല്ലല്ല, തങ്കത്തിന്റെ കൂടെ അല്ലേ കുറി ചേർന്നത്. ആ അതിപ്പോ അവളെ പറഞ്ഞാൽ മതി. എന്തായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഞാൻ എന്തായാലും ഈ കുറി ഇവിടെ വെച്ചിട്ട് നിർത്താൻ പോവാണ്. കുറി നിർത്തണ? അതെ. അപ്പൊ എന്റെ 50,000? 50,000 എന്തിനെ? നീ ചെലവാക്കിയ 4,000 ഉറുപ്പ്യ കണക്ക് തരും. അതുപോലെ ഈ ചിട്ടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും 4,000 ഉറുപ്പ്യ വെച്ചിട്ട് 1,00,000 ഉറുപ്പ്യ ഞാൻ അങ്ങോട്ട് തരും. ഈ കുറി ഇവിടെ വെച്ച് അങ്ങോട്ട് അവസാനിപ്പിക്കും. കനക കുറി നിർത്തി. നീ എന്തോന്നും മിണ്ടാത്തത്? ഞാനെന്താ പണിയോട് ഞാനല്ലല്ലോ കുറി വെച്ചത്. അമ്മാവാ നന്ദിയുണ്ട് അമ്മാവാ. ഇവന് ഏത് പോർക്കാണ് കുറി നിർത്തിയതിന് നന്ദി പറയണ? അവന്റെ ഒരു നന്ദി ഒന്നും എന്നോട് പറയണ്ട, നിന്റെ അമ്മായിമ്മോട് പറയടാ. എടാ നീ രാവിലെ ഉണ്ടല്ലോ വെള്ളയും ഇട്ടുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങും ചവയനങ്ങാതെ ജീവിക്കാൻ വേണ്ടി. അവളാണെങ്കിൽ കഷ്ടപ്പെട്ടെങ്കിലും തച്ചെങ്കിലും ചിട്ടെങ്കിലും പാട്ടെങ്കിലും കുടുംബം നോക്കാൻ നോക്കും. നീ അത് നശിപ്പിക്കാൻ നോക്കും. അതുകൊണ്ട് നിങ്ങൾക്കിനി എന്റെ പെൻഷൻ കാശിൽ നിന്ന് ഒരു 10 പൈസ നിങ്ങൾക്ക് തരത്തില്ല. എടാ നീ ഉണ്ടാക്കി വെച്ച ഈ കട യവനാ വീട്ടുന്നത്. അതുകൊണ്ട് അത് തീരുന്നത് വരെ നിങ്ങൾക്ക് ഒരു പൈസയും തരുന്നില്ല. യവനാ ഞാനത് കൊടുക്കാൻ പോകുന്നു. 2 കൊല്ലോ? 2 വർഷമൊന്നല്ല, നിങ്ങൾക്ക് ഇനി ഒരു കാലത്ത് ഞാൻ ഒരു പൈസയും തരാൻ പോകുന്നില്ല. Alien versus Alien.